യൂറോപ്പ ലീഗിലും വിജയക്കുതിപ്പ് തുടർന്ന് ജർമ്മൻ ക്ലബ് ബയർ ലെവർകൂസൻ. പ്രീ ക്വാർട്ടറിന്റെ രണ്ടാം പാദ മത്സരത്തിൽ അസർബൈജാനിൽ നിന്നുള്ള ഗാരബാഗിനെ 2-3 ഗോളിനാണ് ജർമ്മൻ ക്ലബ് വീഴ്ത്തിയത്. തോൽവി മുന്നിൽ കണ്ട ലെവർകൂസനെ രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ പാട്രിക് ഷിക് ഇരട്ട ഗോളിലൂടെ നാടകീയ ജയത്തിലെത്തിക്കുകയായിരുന്നു. ഇതോടെ സാബി അലോൻസോയുടെ ടീമിന്റെ പരാജയമറിയാത്ത കുതിപ്പ് 37 മത്സരങ്ങളായി ഉയർന്നു. മത്സരത്തിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിയ ലെവർകൂസന് ആദ്യ പകുതിയിൽ മികച്ച അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും മുതലാക്കാനായില്ല. രണ്ടാം പകുതിയിലായിരുന്നു മത്സരത്തിലെ 5 ഗോൾ വീണത്. 58-ാം മിനിറ്റിൽ അബ്ദുള്ള സൗബറിന്റെ ഹെഡർ ഗോളിലാണ് ഗാരബാഗ് ആദ്യ ഗോൾ നേടിയത്. ഇതിനു പിന്നാലെ ലെവർകൂസൻ താരം ജെർമി ഫ്രിപ്പോങ്ങിനെ വീഴ്ത്തിയതിന് ഗാരബാഗിന്റെ എൽവിൻ കഫാർഗൂലിയേവ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. എന്നാൽ 4 മിനിറ്റിനകം ഗാരബാഗ് ലീഡ് ഉയർത്തി ലെവർകൂസനെ ഞെട്ടിച്ചു. ആദ്യപാദത്തിൽ 2 ഗോൾ വീതമടിച്ച് ഇരുനിരയും സമനിലയിൽ പിരിഞ്ഞിരുന്നതിനാൽ ഇതോടെ ഗാരബാഗ് 4-2 മുന്നിലെത്തി. 72-ാം മിനിറ്റിൽ ജെർമി ഫ്രിപ്പോങ്ങിലൂടെ ലെവർകൂസൻ 1 ഗോൾ മടക്കി. ഇടതുവിങ്ങിൽ നിന്ന് ഗ്രിമാൾഡോ നൽകിയ ക്രോസ് എതിർ ഗോൾ കീപ്പർ അവസരമൊന്നും നൽകാതെ വലയിലെത്തിക്കുകയായിരുന്നു. ഇതിനുശേഷം ഗോളടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഏറെക്കാലത്തിനു ശേഷം തോൽവി മുന്നിൽ കണ്ട ടീമിനായി ഇഞ്ചുറി ടൈമിൽ ചെക്ക് റിപ്പബ്ലിക് സ്ട്രൈക്കർ പാട്രിക് ഷിക് രക്ഷകനായി അവതരിച്ചു. 93-ാം മിനിറ്റിൽ അലക്സ് ഗ്രിമാൾഡോയുടെ ക്രോസിന് കാൽ വെച്ചായിരുന്നു സമനില ഗോൾ. ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ എസ്ക്യുഎൽ വലാസിയോയുടെ ക്രോസ് ഷിക് ഹെഡറിലൂടെ വലയിലെത്തിച്ചതോടെ ലെവർകൂസൻ സ്വപ്ന വിജയവും സ്വന്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.